വൈസ് ചാൻസലർ നിയമനത്തിന് സർവകലാശാലയുടെ പ്രതിനിധിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നത്. സാധാരണ പ്രോ ചാൻസലറായ മന്ത്രി ഇത്തരത്തെ യോഗത്തിന് എത്താറില്ല. പക്ഷെ ഇന്ന് മന്ത്രി, അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിട്ട് മന്ത്രി ഇന്ന് യോഗത്തിന് എത്തുന്നു. പക്ഷേ ഇതിന്റെ ഒരു അജണ്ട മന്ത്രി വായിച്ചതാണ് വിസിയും മന്ത്രിയും തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിന് കാരണമായത്. കാരണം യോഗം വിളിച്ച് താനാണെന്ന് വിസി മോഹൻ കുന്നുമ്മൽ പറയുകയായിരുന്നു. എന്നാൽ മന്ത്രി ഈ യോഗത്തിന്റെ അജണ്ട വായിക്കുന്നു. തുടർന്നാണ് ഒരു പ്രമേയം ഇതിൽ വന്നത്. ആ പ്രമേയം അംഗീകരിച്ചതായി മന്ത്രി പറയുന്നു. ഈ വാക്കേറ്റത്തിനൊടുവിൽ ഈ യോഗം പിരിച്ചുവിട്ടതായി വിസിയാണ് വിളിച്ചത്. അതിലൊറ്റ അജണ്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ നോമിനിയെ നിർദ്ദേശിക്കുക എന്നുള്ളതായിരുന്നു യോഗത്തിന്റെ അജണ്ട. അതനുസരിച്ച് ഞങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു, നോമിനേഷൻ നൽകി. പക്ഷേ ഇവിടെ ഒരു വിഭാഗം സെനറ്റ് അംഗങ്ങൾ അവിടെ വരികയും അതിനെ എതിർത്തുകൊണ്ടൊരു പ്രമേയം പാസ്സാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ പ്രമേയം പാസ്സായിട്ടില്ല. സാധാരണഗതിയിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് അനുസരിച്ച് വിശേഷാൽ സെനറ്റ് യോഗത്തിൽ അത്തരത്തിലുള്ള പ്രമേയം, അജണ്ടയ്ക്ക് പുറത്തുള്ള പ്രമേയത്തിന് സ്കോപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം. അതിന് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താനും ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനിയെ നിർദ്ദേശിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് വിസിയെയും സെനറ്റിനെയും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. മന്ത്രി, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് മന്ത്രി അവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. വിസിയാണ് പ്രത്യേക അജണ്ട വെച്ചാണ് ഇന്നത്തെ യോഗം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അജണ്ടയ്ക്ക് വിരുദ്ധമായിട്ട് യോഗം അലങ്കോലപ്പെടുത്താൻ വന്നവരോടൊപ്പം നിന്നുകൊണ്ട് പലതവണ യോഗം പിരിച്ചുവിടാനും യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാതിരിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുണ്ടായി. അതിനെ ചെറുക്കാൻ ഞങ്ങൾക്ക് ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യം, ഈ അജണ്ട ഓൾറെഡി മന്ത്രി അംഗീകരിച്ചു. ഫസ്റ്റ് വന്നപ്പോഴേ അജണ്ട മന്ത്രി ഇതിനു വേണ്ടി ആ യോഗം ചേർന്നതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ അജണ്ട അംഗീകരിച്ചാൽ പിന്നെ അജണ്ടയിലുള്ളതേ ഉള്ളൂ. ഒറ്റ അജണ്ടയുള്ളായിരുന്നു ഇന്ന് നോമിനിയെ തെരഞ്ഞെടുക്കാന്നുള്ളത്. അതുകൊണ്ട് അജണ്ട അംഗീകരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കോടതി നിയമമൊക്കെ പറഞ്ഞ ഓരോ പ്രശ്നം ഉണ്ടായി. അതുവരെ അവർ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മേയർ അതുപോലുള്ള ആൾക്കാർ സെനറ്റർ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വെല്ലിലിറങ്ങിയിട്ട് ഈ മന്ത്രിയെയും അതുപോലെ ചാൻസലറെയൊക്കെ തടയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധ ഒരു നടപടിയാണ് കണ്ടത്. പക്ഷേ നമ്മൾ ഒരു അജണ്ട അനുസരിച്ചിട്ട് ഒരു പേര് പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തതായിട്ട് വൈസ് ചാൻസലർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ഓൾറെഡി അത് അക്സെപ്റ്റ് ആണ്. പിന്നെ നമ്മളത് വേറൊരു ഇവിടെ ഉന്നയിച്ചത്, ഇതിപ്പം ഗവർണർ നിയമിച്ച 4 അംഗങ്ങൾക്ക് ഇവിടെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് അവരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിനോടൊപ്പം ക്ലബ് ചെയ്ത ഒരു കേസ് കൂടി ഉണ്ട്. ആ കേസിനൊപ്പം ക്ലബ് ചെയ്തതാണ് ഇവിടെ 4 സെനറ്റ് അംഗങ്ങൾ സർക്കാർ നിയമിച്ച 3 സെക്ഷൻ 10(1) പ്രകാരം ഒരു സിംഗിൾ അജണ്ട വെച്ചുകൊണ്ട് വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ മറ്റു പ്രമേയങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യാറില്ല. എന്നാൽ ഇന്ന് അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമവിരുദ്ധമായിട്ടാണ് അവതരിപ്പിക്കാത്ത ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നും ആ പ്രമേയം പാസ്സാക്കണമെന്നും അവരാവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ഒബ്ജക്ഷൻ ഒരു മുൻ സിൻഡിക്കേറ്റ് മെമ്പർ റേസ് ചെയ്തത് UGCയുടെ നോംസ് പ്രകാരം മാത്രമേ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സ് നടത്താവൂ എന്നൊരു സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പരാമർശിച്ചത്. എന്നാൽ ഈ സെനറ്റ് യോഗത്തിന്റെ നോട്ടീസ് ലഭിച്ചിട്ട് ഏകദേശം 15-20 ദിവസങ്ങളായി. ഈ ഒരു ഒബ്ജക്ഷൻ, ഒരു എതിർപ്പുള്ള ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങൾ കോടതിയെ സമീപിക്കാമായിരുന്നു. അങ്ങനെ കോടതിയെ സമീപിക്കുക പോലും ചെയ്യാതെ അവർക്ക് തന്നെ അറിയാം അവർ ഉന്നയിച്ചത് തെറ്റാണ് എന്ന്. അപ്പോൾ കോടതിയെ പോലും സമീപിക്കാതെ ഇവിടെ ഒരു ബഹളമുണ്ടാക്കി ഈ സെനറ്റ് യോഗത്തെ അലങ്കോലപ്പെടുത്തി അതിൻ്റെ ആയിട്ട് ഇതേ ഇടതുപക്ഷ സെനറ്റ് ഭൂരിപക്ഷമുള്ള സെനറ്റാണ് അവിടെ മറ്റൊരാളെ നേരത്തെ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള ശ്രീ രാമചന്ദ്രനെ ഇവരാണ് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവരുടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ കൊണ്ട് അത് പിൻവലിപ്പിച്ചത്. അതിനെ തുടർന്നാണ് വീണ്ടും ഒരാളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേക്കൻസി ഉണ്ടായതും ഇന്ന് വരെ ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമായ കാര്യമാണ്. ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഞങ്ങൾ മുൻപ് വിളിച്ചുകൂട്ടിയ ഒരു സെനറ്റ് യോഗത്തിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പേരാണ്. ഞങ്ങൾ അന്നും സെനറ്റ് യോഗത്തിൽ പറഞ്ഞു, ഭൂരിപക്ഷ തീരുമാനം നിങ്ങളുടെ പേരിനാണെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ അംഗീകരിച്ചോളട്ടെ, പക്ഷെ ഞങ്ങളുടെ പേര് ഇന്ന പേരാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഉന്നയിച്ച ആ പേര് നിന്നുള്ളത് നിർദ്ദേശിക്കുകയുണ്ടായി.
സാധാരണ സർവകലാശാല നിയമത്തിൽ ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാമല്ലോ. അപ്പോൾ പിന്നെ മന്ത്രി പങ്കെടുത്തത് എങ്ങനെയാണ് നിയമവിരുദ്ധമാവുക എന്നുള്ളതാണ്. മന്ത്രി പങ്കെടുത്തതിനെ കുറിച്ചല്ല, താങ്കൾ വ്യക്തമായി കേൾക്കണം. മങ്ങൾ പങ്കെടുത്തതിനെ കുറിച്ചല്ല നിയമവിരുദ്ധം എന്ന് പറഞ്ഞത്. ഒരു സിംഗിൾ അജണ്ടയിൽ കൂടുന്ന ഒരു സെനറ്റ് യോഗത്തിൽ ഒരിക്കലും ഒരു പ്രമേയമോ മറ്റു കാര്യങ്ങളോ ചർച്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതല്ലേ, ഒരു പ്രമേയം ആരും അവതരിപ്പിച്ചിട്ടില്ല. അവിടെ ആകെ പഴയ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ നസീബ് അല്ലെ, അദ്ദേഹമാണ് ഈ വിഷയം ഒരു ഒബ്ജക്ഷനായി റേസ് ചെയ്തത്. പിന്നീട് അവര് പറയുന്നു മുരളി ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇതിനെ തുടർന്നൊരു ബഹളമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ബഹളത്തിനിടയിൽ പ്രമേയം അവതരിപ്പിച്ചതായിട്ട് പോലും മുരളിയും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഒരു പ്രമേയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രമേയം പാസ്സാക്കാൻ മന്ത്രി ആവശ്യപ്പെടുകയാണ്. പ്രമേയമുണ്ട്. ഒരു പ്രമേയം ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത ഒരു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുകയാണ് ഇത് പ്രമേയം പാസ്സാക്കണമെന്ന്. എന്നാൽ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യം UDFന്റെ അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റുകളിൽ മൈക്ക് പോലും നിഷേധിക്കുകയുണ്ടായത്. ഞങ്ങൾക്ക് അഭിപ്രായം പോലും പറയാൻ കഴിയാത്ത വിധത്തിൽ മൈക്ക് നിഷേധിക്കുന്ന സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്കിതാണ് പറയാനുള്ളത്. ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോരിൽ സർവകലാശാലയുടെ ഭരണം സ്തംഭിക്കാനും സർവകലാശാലയുടെ യശസ് തകർക്കാനുമുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ ഒരു ചാർജ് വഹിക്കുന്ന വൈസ് ചാൻസലറാണ് ഇവിടെ വരുന്നത്. എത്രയോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ളതിൽ അദ്ദേഹം ഇടയ്ക്ക് വല്ലപ്പോഴുമെല്ലാമാണ് വന്നു പോകുന്നത്. വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രഗത്ഭമായിട്ടുള്ള ഇവർ തന്നെ അവകാശപ്പെടുന്നത് പോലെ A++ കിട്ടിയിട്ടുള്ള ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലറെ പോലും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുക്കാൻ പോലും കഴിയാതെ രാഷ്ട്രീയമായ പോരിലൂടെ സർവകലാശാലയുടെ യശസ്സും അതുപോലെ തന്നെ ഇതിന്റെ അക്കാദമിക് താല്പര്യങ്ങളുമെല്ലാം ഹനിക്കുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും, ഗവർണറായിരുന്നാലും മുഖ്യമന്ത്രിയും ഗവൺമെന്റുമായിരുന്നാലും രണ്ടുപേരും ഈ സർവകലാശാലയിലെ വിദ്യാഭ്യാസ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള നിലപാടാണ്. ഇതിൽ UDFന് ശക്തമായ എതിർപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ മുതൽ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ ഒരു വൈസ് ചാൻസലർ വേണം. 16 മാസക്കാലമായി ഒരു വൈസ് ചാൻസലർ ഇല്ലാതെ ഇരിക്കുന്ന ഈ സർവകലാശാലയിൽ അതിനുവേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു യോഗത്തിൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലുമുള്ള അവസരം നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഗവർണറെ അറിയിക്കണം. ഇതിന്റെ നിയമവിരുദ്ധത എന്താണെന്ന് ഗവർണറെ അറിയിക്കണം എന്ന നിലയ്ക്ക് ആണ് അതിനകത്ത് ഭൂരിപക്ഷം അംഗങ്ങളും നിലപാട് സ്വീകരിച്ചത്. അത് തന്നെ അത് പ്രമേയം എന്ന് പറയുമ്പോൾ ഈ സെനറ്റിന്റെ ഭൂരിപക്ഷ വികാരം ഇങ്ങനെ നിയമവിരുദ്ധമായ യോഗം ചേരാൻ പാടില്ല. കാരണം സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഉണ്ട്. സുപ്രീം കോടതി ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിനകത്ത് പൂർണ്ണമായും 2018 UGC റെഗുലേഷൻ ബാധകമാവണം. 2018 UGC റെഗുലേഷൻ 7.3 ഞാൻ നേരത്തെ പറഞ്ഞു. അതിനകത്ത് UGCയുടെ ഒരു പ്രതിനിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ മറ്റൊരു പ്രതിനിധിയെക്കുറിച്ചും പറയുന്നില്ല. ആ നിലയ്ക്ക് വരുമ്പോൾ സെനറ്റിൻ്റെ പ്രതിനിധി UGC റെഗുലേഷൻ 2018 അനുസരിച്ച് ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യോഗം ചാൻസലർ വിളിച്ചത്? ഇല്ല അത് ആ കേസ് നേരത്തെ അല്ല, ഈ കേസിൽ നിർദ്ദേശമില്ല. നേരത്തെ ഇങ്ങനൊരു കേസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് കുറേയധികം സെനറ്റ് അംഗങ്ങളെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പുറത്താക്കിയല്ലോ. അതിൻ്റെ കേസിൻ്റെ വിധി വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷൻ തന്നെ കോഷ് ചെയ്തു. അപ്പോൾ അത് പോയി. അതിപ്പം നിലവിലില്ല, അത് ബാധകമല്ല. സുപ്രീം കോടതി ഡിസിഷനാണ് ബാധകം. സുപ്രീം കോടതി പറയുന്നത് 2018 റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഇല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പുതിയ പ്രതിനിധി വേണമെന്നുണ്ടെങ്കിൽ സെനറ്റിന്റെ പ്രതിനിധി വേണം. മറ്റാരൊക്കെയാണ് അത് വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഗവൺമെന്റ് പാസ്സാക്കിയ ബില്ല് പാസ്സാക്കിയത് അല്ലല്ല. അത് ഇപ്പം സുപ്രീം കോടതി ഇപ്പം രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. 2 കൊല്ലക്കാലം ചാൻസലർ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം അവസാനം സുപ്രീം കോടതി ഇടപെടുമെന്ന് കണ്ടപ്പോൾ അത് രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. അത് അന്ന് തന്നെ ഒപ്പിട്ടിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ ആരാണ് നിയമവിരുദ്ധം? ഏത്
സുപ്രീം കോടതി വിധി എന്ന് വെച്ചാൽ 2018 റെഗുലേഷൻ അനുസരിച്ച് VC തിരഞ്ഞെടുക്കണമെന്നാണ്. അതനുസരിച്ച് ആ റെഗുലേഷനിൽ ഒരു പ്രതിനിധിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിലെ അത് UGC ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രതിയെക്കുറിച്ചാണ് പറയുന്നുള്ളത്. ബാക്കി ഒരാളെ കുറിച്ചും പറയുന്നില്ല. അത് നിയമമായിട്ടില്ല. അത് നിയമമാവട്ടെ, രാഷ്ട്രപതി അംഗീകാരം കൊടുക്കണമല്ലോ. ഗവർണർ 2 അംഗ നോമിനിയെ വെച്ച പതിനൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യം ഞങ്ങളെ കേട്ടില്ല എന്നുള്ളതായിരുന്നു. UGCയുടെ ഗവർണറുടെ നോമിനി ആ സമയത്ത് സുപ്രീം കോടതിയുടെ ഈ ഡിസിഷൻ ഇല്ല. ആ പ്രശ്നം വരുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഈ തീരുമാനമില്ല. സുപ്രീം കോടതി പിന്നെ രാജശ്രീ കേസിലാണ് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൃത്യമായി UGC റെഗുലേഷൻ അനുസരിച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതാണ് പറഞ്ഞത്. നിയമവിരുദ്ധമായി ചാൻസലർ ഈ അജണ്ട വെച്ച് യോഗം വിളിക്കണമെന്നും പറഞ്ഞ് പിന്നെ സർവകലാശാല അറിയിച്ചു. അതനുസരിച്ച് വൈസ് ചാൻസലർ യോഗം വിളിച്ച സമയത്ത് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ലീഗൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞ നിയമ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UGC റെഗുലേഷനും നിലവിലുള്ള ആക്ടിൻ്റെ 10(1) തമ്മിലുള്ള കോൺട്രഡിക്ടറി എന്താണെന്ന് കൃത്യമായി കാണിച്ച് ഈ യോഗം ചേരാൻ പാടില്ല എന്ന നിലയ്ക്ക് ലീഗൽ ഒപ്പീനിയൻ നിലവിലുണ്ട്. ആ ലീഗൽ ഒപ്പീനിയൻ മറികടന്നാണ് വൈസ് ചാൻസലർ യോഗം വിളിച്ചത്. രാഷ്ട്രപതി ഒപ്പിടണം, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്ര UGC അല്ല ശ്രീ കമലേഷ്, നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ബില്ല് നിലനിൽക്കെ ഇങ്ങനെ യോഗം ചേരാൻ കഴിയില്ല. ആ ബില്ല് തന്നെ നിലനിൽക്കില്ല നിങ്ങൾ പറയുന്നത്. അതല്ല ഞങ്ങൾ പറയുന്നത് UGC ശ്രീ കമലേഷ് നിങ്ങൾ അങ്ങനെ വാദിക്കരുത്. ഇത്രയേ ഉള്ളൂ. UGC റെഗുലേഷൻ പിന്നെ 2018 7.3 വൈസ് ചാൻസലറെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് 2018 റെഗുലേഷൻ പ്രകാരമായിരിക്കണം ഇത് നടത്തേണ്ടത്. ഈ UGC റെഗുലേഷനിൽ എവിടെയാണ് ഇപ്രകാരമുള്ള ഓരോരുത്തരുടെ പ്രതിനിധി വേണ്ടതെന്നും അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്നും അത് ചാൻസലർ ഇപ്പോൾ അയച്ച കത്ത് പ്രകാരമാണോ സെനറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നും ഒന്നും പറയുന്നില്ലല്ലോ. അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. സൈലന്റ് അല്ലേ? സർക്കാരിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചാൽ പറയുന്നത് ഇത് ഇന്നലെ സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇന്നത്തെ യോഗത്തിന് പോലീസ് ഞങ്ങൾ സെനറ്റിന്റെ ഭൂരിപക്ഷ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ഇവിടുത്തെ പ്രശ്നം അല്ല അത് നിങ്ങൾക്ക് തോന്നുന്നു. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം ഇന്നത്തെ സെനറ്റ് യോഗം നിയമവിരുദ്ധമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിയമവിരുദ്ധം എങ്ങനെ എങ്ങനെ വേണമെന്ന് നിയമമാണ് നിയമസഭ പാസാക്കിയത്. അത് നിയമമായി വന്നില്ല. അത് വരണം. രാഷ്ട്രപതി ഒപ്പിടണം. അത് വേറെയല്ല. അത് നിങ്ങള് ഒരു വ്യവസ്ഥ വേണ്ടേ ശ്രീ കമലേഷ്? ഒരു വ്യവസ്ഥ വേണ്ടേ? വ്യവസ്ഥയില്ലാതെ എങ്ങനെയും ഒരു കത്തയച്ചാൽ ഉടൻ സെനറ്റിന് പ്രതിനിധി കൊടുക്കാൻ കഴിയുമോ? നിയമം പറ. അല്ല, സർക്കാർ ഭേദഗതി വരുത്തിയ നിയമം ചാൻസലർ ഒപ്പിട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. അവർക്ക് പറയാം. എങ്ങനെ UGC റെഗുലേഷനിൽ ഒരു പ്രതിയെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതായത് റെഗുലേഷനിൽ പറയുന്നത് ഒരു പ്രതിനിധിയെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ബാക്കി ആരൊക്കെ വേണം സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് അതത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റ് ഒരു ഭേദഗതി നിയമം ഉണ്ടാക്കി കൊടുത്തു. അത് 2 വർഷം വെച്ചുകൊണ്ടിരുന്നു. അവസാനം സുപ്രീം കോടതി ഇടപെടലിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു. അത് നിയമമായി വന്നിരുന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വ്യക്തതയാണ്. അത് വരാത്ത സാഹചര്യത്തിൽ ഈ കൂടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. മനസ്സിലായില്ലേ?